അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മാത്സ് ഫോർ ഓൾ എക്സാംസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് നമുക്കറിയാം മാത്സ് കണക്ക് അല്ലെങ്കിൽ ഗണിതം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും കൂടുതലും പേര് എന്താണ് നമ്മളുടെ ക്ലാസ്, അതായത് സോറി, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളവരാണ്. കുറച്ച് ആളുകൾക്ക് എന്താണ് സ്പീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിവയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റു കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ നമുക്ക് നമ്മളുടെ മനസ്സിൽ നമ്മൾ ആദ്യമേ കണക്കിനെ ഇഷ്ടപ്പെടുക. നമ്മൾ കണക്ക് എന്ന് മാത്രമല്ല, നമ്മൾ ഏതൊരു എക്സാമിനേഷൻ ആണോ നമ്മൾ നോക്കുന്നത്, ആ ഒരു എക്സാമിനേഷന് ഉള്ള എല്ലാ സബ്ജക്റ്റിനെയും നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്കിത് സാധിക്കും, എനിക്കിത് എളുപ്പമാണ് എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ നമുക്ക് കൂടുതലും താല്പര്യം, അല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ട് കണക്കിന് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ, നമുക്കറിയാം കണക്കിന്റെ അധ്യാപകർ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ വടിയെടുക്കുന്നവർ സ്കൂൾ ടൈമിൽ. എല്ലാവരും അങ്ങനെയാണല്ല പറയുന്നത്. കാരണം നമ്മളൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങളുള്ള ഒരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ. അതേതാ? കണക്ക് തന്നെ, അല്ലേ? ആണോ? സർ. അങ്ങനല്ലേ? നമ്മള് കണക്കിന്റെ പുസ്തകം എടുത്താൽ അതിനകത്ത് മൊത്തം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് അല്ലേ നമുക്ക് സോൾവ് sir. ചെയ്യാൻ. അതെ സാറേ, എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ സ്കൂൾ ടൈമിൽ അടി കിട്ടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഹോംവർക്ക് തന്നിട്ടുള്ളതും അങ്ങനെ പലരും ആ കണക്ക് സാറിനെ അങ്ങ് വെറുക്കുക ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മൾ പലരും കണക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്നത്. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും ഉള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, കണക്കിനെ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പോഴും പ്രശ്നമായിട്ടുള്ളത്. അപ്പം ഇതിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും മാത്സ് നോ മോർ ഫിയർ. നമുക്കിനി അധികം എന്താവശ്യമില്ല, പേടിയൊന്നുമില്ലാതെ തന്നെ കണക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിളായിട്ട് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതാണ്. 78542. ഈ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? ഈ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി എഴുതി ഗുണിക്കാം. ഇങ്ങനെയല്ലേ സാധാരണ ആളുകൾ ചെയ്യാറ്? ആണോ? അതെ, ശരി. അപ്പോ അത് അവിടെ നിന്നോട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഈ നമ്പറിന്റെ പകുതി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നേ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുക. ഇതിന്റെ പകുതി എത്ര ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? 7-നകത്ത് 2 എത്ര തവണയാ ഉള്ളത്? 3 തവണ. അപ്പൊ പിന്നെ അവിടെ ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്, അല്ലേ? അപ്പൊ 18-നകത്ത് എത്ര തവണയുണ്ട്? 9 തവണയുണ്ട്, അല്ലേ? 5-നകത്ത് 2 എത്ര തവണയുണ്ട്? 2 തവണ. 14-നകത്തോ? 7 തവണ. 2-നകത്തോ? 1 തവണ. ഓക്കെ അല്ലേ? അപ്പം 7, 8, 5, 4, 2 അതായത് 78,542ന്റെ പകുതി നമ്മൾ എടുത്തല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? നമുക്ക് ഈ 1ന്റെ ഇപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചേ. വലത്തോട്ട് മാറ്റി ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ ആണോ? ഇത് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? അതായത് 39, 27, 10. ഈ ഒരു നമ്പർ നമുക്ക് കിട്ടിയോ? കിട്ടി സർ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇവിടെ പറഞ്ഞത് ആദ്യമേ പകുതി എടുക്കുക, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയല്ലേ? അപ്പോ വലത്തോട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുകയല്ലേ?
അപ്പോ അതായത് നമ്മളിപ്പോ ഇവിടെ ചെയ്തത് ഈ ഒരു സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു? 10/2 കൊണ്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. അത്രയും മനസ്സിലായോ? അതല്ലേ ഞാൻ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചേ? ആണോ? അതെ ആ ആണോ? അതെ ആ ആണല്ലോ. എടേ ഉം. 10/2 എന്ന് പറഞ്ഞ എന്തുവാ? 5. 5 5. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയേ, ഈ ഒരു സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാ. അതെ അപ്പോൾ അപ്പോൾ ചില മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ പേനയില്ലാതെ നമ്മുടെ മനസ്സിൽ ചെയ്തൂടെ? ആ ചെയ്തൂടെ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പകുതി എടുക്കുക, വലത്തോട്ട് മാറ്റി കുത്തിടുക. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആദ്യം ഞാൻ പറയാം, എടേ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലല്ലേ നിങ്ങൾ നോക്കുള്ളൂ, അതെ സർ. അല്ലെ? അപ്പൊ ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച എന്താണ്? ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ സംഖ്യക്ക് മാറ്റം വരുത്തിയാലും നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പൊ 5-ന് പകരം നമുക്ക് എളുപ്പമായിട്ടുള്ള 10/2 ഞാൻ ഇവിടെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഷോർട്ട് കട്ട് എന്നോ എന്ന് പല രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു രീതിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗവും സ്വീകരിക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയത്ത് കുറച്ചുകൂടെ ലളിതമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയോ അത്? ആ ഒരു സർ. വലിയ ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓരോത്തിനും ഓരോ മാർഗമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കണക്ക് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേടിയും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ പല മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാത്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി കാണുവാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആണ് ആണോ? സർ. അപ്പൊ ഇപ്പൊ ഈ ഒരു രീതി നമുക്ക് മനസ്സിലായത് കൊണ്ടല്ലേ? ഈ ഒരു രീതി നമുക്ക് മനസ്സിലായത് കൊണ്ടല്ലേ? ഈ ഒരു രീതി നമുക്ക് ഇതിങ്ങനെയാണ്, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ആൻസറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? യെസ് സർ. ഞാൻ ഇവിടെ ഇതൊരു ഉദാഹരണം മാത്രമാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കണക്കുകൾ ഓരോന്നും നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ എന്ത് ചെയ്യാം? മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നമ്മളെ വിശ്വസിക്കുക. നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ദൈവം തമ്പുരാനോ മിഷനോ കുഴിച്ചെടുക്കുവോ ഒന്നും ആണോ? അതോ ആരെങ്കിലും ഒരു വ്യക്തിയാണോ ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്നത് ആരാ തയ്യാറാക്കുന്നത്? എടേ നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ വരുന്ന ചോദ്യമില്ലേ? അതാരാ തയ്യാറാക്കുന്നത്? സാറുമാരെ. സാറന്മാരാ? വ്യക്തിയാ? മനുഷ്യനാ? അല്ലയോ? അതെ. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഓവർകം ചെയ്യാൻ മറ്റൊരു മനുഷ്യന് സാധിക്കുമല്ലേ? സാധിക്കും. സാധിക്കും. അതുപോലെ തന്നെയാണ് ഏതൊരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് അത് വളരെ ലളിതമായിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെ കണക്കില് ഒരു മാസ്റ്റർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഈവൻ മക്കൾക്ക് ഫ്രണ്ട്സിന് പോലും രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാനും പറ്റും. എടേ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് പറ്റും. ആ ഒരു മാസ്റ്റർ ലെവലിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും. അപ്പോൾ അത് എൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. പറയുന്ന രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാൻ പോകുന്ന കാര്യം മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ ഓരോ പരീക്ഷകൾക്കും എത്രയൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതികൾ എന്ന് പറയാം. സാധാരണ ഒരു PSC എക്സാമിനേഷനോ നെറ്റ് സെറ്റ് പോലുള്ള എക്സാമിനേഷനോ അല്ലെങ്കിൽ UPSC മറ്റ് എക്സാമുകൾക്കെല്ലാം ഏകദേശം 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കുറഞ്ഞത് എന്തായാലും 10 ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. കണക്കിന്റെ മാത്രം ആ കാര്യം പറയുന്നത് കേട്ടോ, അല്ലാതെ മെന്റൽ എബിലിറ്റിയോ റീസണിങ്ങിന്റെയോ കാര്യമല്ല, കണക്കിന്റെ മാത്രമാണ്. പിന്നെ CSEB എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. CSEB എത്ര പേർക്കറിയാം? CSEB എന്ന് പലരും എഴുതുന്നുണ്ടാവും. CSEB കേട്ടിട്ടുണ്ടോ? CSEB എക്സാമിനേഷൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ?
നമ്മുടെ സഹകരണ ബാങ്കുകളിലേക്ക് വേണ്ടി നടത്തുന്ന എക്സാമിനേഷൻ ആണ് ഇത് CSEB ആണ് നടത്തുന്നത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്നാ പറയുന്നത്. സോ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലാണെങ്കിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ്. പിന്നെ ബാങ്ക് എക്സാമിനേഷന് 35, ചില 35 ആണ് പ്രിലിംസിന്, പിന്നെ 50, 35 ആ റേഞ്ച് വരെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. SSCയെ സംബന്ധിച്ചിട്ട് UPSCയെ സംബന്ധിച്ചുള്ള UPSC സാറ്റ് CSAT പോലുള്ള എക്സാമിനേഷന് 25 മാർക്കുകളാണ് വരുന്നത്. പിന്നെ റെയിൽവേ NTPCയെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ 30 മുതൽ 35 ചോദ്യങ്ങൾ വരെ വരാം. പിന്നെ ALP ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകൾക്ക് എത്രയാണ് 35 ചോദ്യങ്ങൾ വരെയും വരാറുണ്ട്. ഓക്കെ ആണോ? ഞാൻ ഇത് എന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഇതിനകത്ത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഓരോ എക്സാമിനേഷനും നമ്മുടെ കണക്കിനുണ്ടാവുന്ന പ്രാധാന്യം, കണക്കിന്റെ ചോദ്യങ്ങൾക്കുണ്ടാവുന്ന പ്രാധാന്യം, ഇത് നമുക്ക് ബേസിക്കലി എന്തൊക്കെ അറിയാമെന്ന് നോക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. ഒരു സബ്ജക്റ്റ് നമുക്ക് എളുപ്പമാകണമെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? തറവായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? ഏതാ? ഇല്ല അല്ലേ? അപ്പോ ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, കണക്ക് വൈ ദ മാത്സ് ഈസ് ടഫ്. എന്തുകൊണ്ടാണ് മാത്സ് ടഫ് ആവാൻ കാര്യം? എന്തുകൊണ്ടാണ് മാത്സ് ടഫ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാ നമുക്ക് മാത്സ് ടഫ് ആവുന്നത്? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാ കണക്ക് ടഫ് ആവുന്നത്? നമ്മൾ പണ്ട് പഠിച്ചതാണ്, ഞാൻ കുറെ കാലം മുമ്പ് പഠിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ കണക്ക് ടഫ് ആവുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയും പ്രാക്ടീസ് ഇല്ലാത്തതിനുള്ള കുറവാണെന്ന്. ഏതാ? പ്രാക്ടീസ് ഇല്ലാത്തതിനുള്ള കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ആണോ? അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി. നമ്മൾ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് കൊണ്ടുള്ള പ്രയോജനം എന്താ? പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പറഞ്ഞോ. പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഇവിടെ പ്രാക്ടീസ് മാത്രമല്ല വേണ്ടത്, അതിനെക്കുറിച്ചുള്ള അറിവാണ് കൂടുതലും ആവശ്യം. ഓക്കെ ആണല്ലോ? ഒരു കണക്കിനകത്ത് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് വേണ്ട എന്നുള്ളതല്ല, മനസ്സിലാക്കി പഠിക്കണം. അതിന്റെ ബേസിക് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കണം. ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കണക്കിനകത്ത് അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എത്ര വലിയ പുതിയ ചോദ്യങ്ങൾ വന്നാലും, അത്രയും നാള് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏതൊരു ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ടോപ്പിക്ക്, കണക്കിന്റെ ഒരു ചെറിയൊരു ടോപ്പിക് എടുത്ത് നോക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. കണക്കിനെ സംബന്ധിച്ചിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് കാപ്പി ഇടാൻ അറിയാം? എത്ര പേർക്ക് കാപ്പി ഇടാൻ അറിയാം? കോഫി എത്ര പേർക്ക് ഇടാൻ അറിയാം? ആർക്കും അറിയില്ലൂടെ? എനിക്കറിയാം. ഓക്കെ. റഫീന, എങ്ങനെയാ റഫീന കാപ്പി ഇടുന്നത്? പറഞ്ഞോളൂ. വെള്ളം തളിച്ചാൽ അതിലെ കാപ്പിപ്പൊടി ഇടാ. അപ്പൊ വെള്ളം വേണം. പിന്നെ അതിനകത്ത് കോഫി പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് കപ്പച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കി വെച്ചിട്ട് പഞ്ചസാര അതായത് നമുക്ക് ഇൻഗ്രീഡിയൻസ് അഥവാ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ? അതെ, ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ? ഓക്കെ.
ശരി, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? വേറെ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? സാർ ഇതിന്റെ കൂടെ ഞാനൊന്ന് എന്റെ ഒരു പ്രശ്നം പറഞ്ഞോട്ടെ. അതൊക്കെ ഇന്നല്ലേ ഒറ്റ മിനിറ്റ്, ഈ ഒരു പോയിന്റ് ഇത് കഴിഞ്ഞ് നമുക്ക് പറയാം. ഇല്ലെന്നല്ല, നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അതായത് വെള്ളം തിളപ്പിക്കുന്നു, കോഫി പൗഡർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു, ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ഇതാണല്ലോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള്, അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു പാത്രം നമുക്ക് ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ഒരു പാത്രം ആവശ്യമാണ്. പിന്നെ നമുക്കത് ചൂടാക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ വേണം, ഒരു എനർജി സോഴ്സ് വേണം. ഓക്കെ ആണല്ലോ? അതായത് ആദ്യം എന്താണ്? ഒരു വെസല്, പിന്നെ ഹീറ്റിന് വേണ്ടിയുള്ള എനർജി സോഴ്സ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അത് വാട്ടർ, കോഫി, ബാക്കി കാര്യങ്ങളെല്ലാം മെറ്റീരിയൽസ്, അതായത് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണോ ആഡ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് മിക്കവാറും ഉള്ള പ്രശ്നം. അപ്പം ഈ വെള്ളം നമ്മൾ ചൂടാക്കുക എന്ന് പറയുമ്പോൾ വെള്ളം എവിടെ ചൂടാക്കും എന്നുള്ളതല്ലേ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ കണക്ക് പഠിക്കാൻ പോകുന്നത്, കാപ്പി ഇടാൻ പോകാന്നല്ല ഞാൻ പറഞ്ഞത്, കണക്ക് പഠിക്കാൻ പോകുന്നത് ഒരു ടോപ്പിക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ടോപ്പിക്ക് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ടോപ്പിക്കിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടെന്ന് തറവായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ ആണല്ലോ? എങ്കിലേ നമുക്ക് അപ്പോൾ ആ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇതിന്റെ കുറവ് ഇന്നതാണ്, അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന ലെവലിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ആ ടോപ്പിക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലും പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാക്ടീസും കൂടെ ആവുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ ഒരു ലെവൽ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആ ഒരു അറിവ് അവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കും. ഒരു ചോദ്യത്തിനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഈ ഒരു കാര്യം നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പറയുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, ഈ പറയുന്ന മാത്സ് നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറും. ഈ പറയുന്ന മാത്സ് നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറും. ഓക്കെ ആണല്ലോ? അതായത് വേറെ ഒന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായിട്ട് ഒരു ചോദ്യത്തിൽ ഒരു ടോപ്പിക്കിനകത്ത്, ചോദ്യം പിന്നാണ്, ഒരു ടോപ്പിക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കടുംബയായ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങണം. എങ്കിലേ നമുക്ക് ആ ഒരു പഠനത്തിന്റെ പ്രാരംഭഘട്ടം തന്നെ നമുക്ക് വളരെ സുഗമവും സുതാര്യവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പൊ പഠിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് പാടാവുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലാതെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരിക്കും. കാര്യം പിടികിട്ടിയോ? പറഞ്ഞ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോടെ? ഏതാ? ഓക്കെ. അതായത് നമ്മൾ ആ ഒരു കണക്കിനകത്തുള്ള ആ ഒരു ചോദ്യത്തിനല്ല, ചോദ്യത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് അത് ഏത് ടോപ്പിക്കിനകത്താണ്, ആ വിഷയത്തിൽ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. റാഫിയ സമീർ എന്തായിരുന്നല്ലോ പറയാൻ വന്ന കാര്യം? എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ക്വസ്റ്റ്യന് എനിക്ക് വായിച്ചാല് എനിക്ക് വേറെ സാർമാര് പറഞ്ഞതിനെക്കാട്ടി ഏറെ മനസ്സിലായി, ഇന്നതാണ് ചെയ്യേണ്ടത് മനസ്സിലായി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വായിച്ചാൽ എനിക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയാത്തത് എനിക്ക് തോന്നുന്നു. അത് ഇപ്പൊ പറഞ്ഞ കാര്യം കൊണ്ടാ മോളെ. നമ്മൾ ആ ചോദ്യമാണ് നോക്കുന്നത്, വിഷയമല്ല നോക്കിയത്. മനസ്സിലായില്ലേ? സാർ മനസ്സിലായി. നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ആവറേജിന്റെ ഒരു ചോദ്യം വരുവാണെങ്കിൽ ചോദ്യത്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്തുവാ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, ആവറേജ്, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കും. അപ്പൊ ആ ചോദ്യത്തിനകത്ത് ഇതുണ്ടോന്ന് നോക്കുന്നേ, അതാ നമ്മൾ ആദ്യം നോക്കുന്നേ. അതാ നമ്മുടെ പ്രശ്നം. കാര്യം പിടികിട്ടിയോ? അപ്പൊ അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാല്, അതായത് ഇപ്പൊ ആവറേജ് എന്ന് പറയുന്ന ഒരു ചോദ്യം, ആവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും.
ആവറേജ് അത് എന്ന് പറയുന്ന മനസ്സിലായി. സബ്ജക്ട് ടോപ്പിക്കാണ് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ആ ഇതിന്റെ ബേസ് എന്താ? സെയിമാ. സം ഈ ഡിവൈഡഡ് ബൈ അത് നമ്മുടെ അപ്പൊ നമ്മൾ നോക്കണം എന്താ സമ്മ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങൾ കൂടി ഓരോരുത്തർക്കും എത്ര എണ്ണം തന്നിട്ടുണ്ട്, ആ ആളുകൾക്ക് കിട്ടിയതെല്ലാം കൂടെ കൂട്ടണം. എന്നിട്ടാണ് നമ്മുടെ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ആവറേജ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കും ഈ ഓരോ ആളുകൾക്കും എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ടോന്ന്. മനസ്സിലായോ? ഓക്കെ നമ്മള് സർ. ഒരു ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാതെ ഒരു ചോദ്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ 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 സർ. ഓക്കെ ആണ്. താങ്ക് യു. നമ്മള് ഇംഗ്ലീഷിനകത്തെ പാരഗ്രാഫിന്റെ ചോദ്യങ്ങൾ പണ്ട് വരാറുണ്ടായിരുന്നല്ലോ അല്ലെ? പാരഗ്രാഫിന്റെ ആ ചോദ്യങ്ങൾ അല്ലെ? ഒരു പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ എന്ന് പറയും. പാരഗ്രാഫ് പണ്ടൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാണെന്നറിയോ? വലിയ പാരഗ്രാഫ് വരും, കുറച്ച് ക്വസ്റ്റ്യൻ തരും. ആ ചോദ്യം നോക്കും. ചോദ്യത്തിനകത്ത് ഏതൊക്കെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഈ പാരഗ്രാഫിനകത്ത് എവിടെ ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ആ വരി അങ്ങ് എഴുതും. നിങ്ങൾ അങ്ങനെ ആയിരുന്നോ? ഞാൻ അങ്ങനെ അധികം കീവേഡാ നോക്കല് ക്വസ്റ്റ്യൻ. ആ പക്ഷെ മക്കളെ അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ അത് എന്താണെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ചോദ്യങ്ങളിലേക്ക് പോയായിരുന്നെങ്കിലോ നമുക്ക് ഈ മേലോട്ടും താഴോട്ടും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല സർ. ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ല. മനസ്സിലായി. ഇല്ല. അതാണ് ഇതിന്റെ കാര്യം. അതെന്താണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് പോവാം. ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ചെയ്യാം. ഇപ്പം റാഫിയ താൻ പറഞ്ഞ ആ ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് നമുക്ക് എവിടെയാണ് ആ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളതിന്റെ ആ ഒരു രീതി മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്താണ്? ഓരോ ടോപ്പിക്കിന് എന്താണ് അടിസ്ഥാനം, അതിനകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ളത്, ഏത് രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോ ഇനി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ചോദ്യങ്ങൾ ചെയ്യുക എന്നാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ ഓൾറെഡി ബേസിക് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ബേസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യണം. ചാടി കയറി വലിയ ചോദ്യങ്ങൾ ചെയ്യരുതെന്ന്. ഓക്കെ ആണല്ലോ? ചാടി കയറി വലിയ ചോദ്യങ്ങളല്ല നോക്കേണ്ടത്. ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണം പറയാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടിട്ടുണ്ട്. ലാഭവും നഷ്ടവും ഇല്ലേ? അതെ ഈ സർ. ലാഭവും നഷ്ടവും എങ്ങനെ ചെയ്യും? എന്താണ് ലാഭം, എന്താണ് നഷ്ടം? ലാഭം എന്താണ്, നഷ്ടം എന്താണ്? വിറ്റ വിലനെക്കാട്ടി കൂടുതലാണ് വാങ്ങിയതെങ്കിൽ അവിടെ ലാഭം ഉണ്ടാവുക. അവിടെയാ തെറ്റി. അല്ല വിറ്റ വില ഇതാണ് പ്രശ്നം പറ്റിയ. അവിടെ നിൽക്കട്ടെ, ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ, മാറ്റണ്ട. അപ്പൊ ഞാൻ നിങ്ങളുടെ പറയാം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് എന്താണ്? വാങ്ങിയ വില, വിറ്റ വില. അപ്പൊ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മുടക്കുമുതൽ എത്ര ആണോ അതാണ് നമുക്ക് ചെലവായ പൈസ. ഇപ്പോ 100 രൂപയുടെ ഒരു 1000 രൂപയുടെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. ഞാൻ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് 150 രൂപ ചെലവായെങ്കിൽ എനിക്ക് 1150 രൂപയാ അവിടുത്തെ ഏതെന്ന് പറയുന്നത്? മുടക്കുമുതൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. ഇത് ഞാന് 1200 രൂപയ്ക്ക് വിറ്റു. ഓക്കെ. 80 രൂപ ഓട്ടോ കൂലി മുടക്കി. എങ്കിൽ ഇത് ലാഭമോ നഷ്ടമോ? നഷ്ടമാണ് സർ. നഷ്ടം. അതായത് 1000 രൂപയുടെ സാധനം 150 രൂപ കൊടുത്ത് വീട്ടിലെത്തിച്ചു. ഞാനിത് 1200 രൂപയ്ക്ക് വിറ്റു. പക്ഷേ എനിക്കൊരു 80 രൂപ ഓട്ടോ കൂലിയും കൂടെ പോയി. അപ്പൊ തന്നെ ഏകദേശം എത്രയായി? 1230 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എനിക്ക് വന്നത് എത്രയാ? 1200 രൂപ വന്നേ. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന എന്തുവാന്നറിയാമോ? 1000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ 1200 വിറ്റു എന്നൊരു ചിന്തയിലേക്ക് പോകരുത്. അതാണ് ഈ വാങ്ങിയ വില, വിറ്റ വില മാത്രം നോക്കിയുള്ള കാര്യം. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കണം എന്താണ്? അവിടെ ഒരു ട്രാൻസാക്ഷൻ ആണ് നടന്നത്. ഓക്കെ. അതൊരു ട്രാൻസാക്ഷൻ. അതായത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു വന്നു, ഇത് മറ്റുള്ളവർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്?
എനിക്ക് ഇത്ര രൂപ ചെലവായി, പക്ഷെ എനിക്ക് ഇത്ര രൂപയെ കിട്ടിയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതേ രീതി തന്നെ ആട്ടോ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അത് അധികം നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് ആ ഒരു ടെൻഷനിലൊന്നും വേണ്ട. നമ്മൾ മനസ്സിലാക്കണം അത് ഇന്നതാണ്, ഇന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നമുക്കിത് സാധിക്കുന്നതാണ്, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നോ? അതെ സാർ. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, നമ്മുടെ ക്ലാസിന്റെ ലെവല്, ബേസിക് ക്ലാസിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇപ്പോ ഉദാഹരണം പറഞ്ഞ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അറിയാലോ, അതായത് അംശബന്ധു അനുപാതം ഒക്കെ. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാന്ന് വിചാരിച്ചേ, ഒരു ഫംഗ്ഷൻ. അപ്പൊ പുറത്തുനിന്ന് കുറെ ആളുകൾ ഓരോ കവറ് കൊണ്ടു തന്നു കേട്ടോ. പുറത്തുനിന്ന് കുറെ ആളുകൾ എന്ത് ചെയ്തു, കുറെ കവറ് കൊണ്ടു തന്നു. ആ കവറിനകത്ത് ഓരോന്നിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, 100 രൂപ വെച്ചുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ, 100 രൂപ. അപ്പൊ ആ കവറ് എന്ന് പറയുന്നത് എത്രയാണ്, 100ന് തുല്യമല്ലേ? Yes, sir. അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു രീതി, അതാ നമ്മളൊരു എക്സ് എന്ന രീതിയിൽ, അത് കുറച്ചെങ്കിലും ചെയ്തവർക്ക് അറിയാവുന്ന, നമ്മൾ റേഷ്യോ വരുമ്പോ എക്സ് ഇട്ട് കൊടുക്കത്തില്ലയോ? എന്തുവാ എക്സ് ഇട്ട് കൊടുക്കുക? അത് എന്തിനാ കൊടുക്കുന്നേ? റേഷ്യോ വരുമ്പോ എക്സ് ഇട്ട് കൊടുക്കണം. ഇതല്ലയോ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതെ അതെ അല്ലേ? അല്ലേ? അതെ അതെ ഇതൊന്ന് ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ ചെയ്തു നോക്കി. ഞാൻ പഠിപ്പിച്ചവരെ ഒന്നുമല്ല കുറ്റം പറയുകയോ ഒന്നുമല്ല. പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വഴികൾ, ഈ വഴികളിലൂടെ ഒക്കെ തന്നെ പോണം. എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ ഷോർട്ട് കട്ടുകൾ മാത്രം നോക്കി ഇരിക്കണ്ട. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ബേസിക് മനസ്സിലായ ഷോർട്ട് കട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഞാൻ നേരത്തെ 5ന്റെ ഗുണിതത്തെ കുറിച്ച് പറഞ്ഞില്ലയോടെ? 5ന്റെ അതെ സാർ. ഗുണിതത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഇതെന്താണ് ഞാൻ പറയുവാ, എടേ 5നെ കൊണ്ട് ഗുണിക്കാൻ 10 കൊണ്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അത് മനസ്സിലാക്കത്തുള്ളൂ, അല്ലേ? സാർ. ഇപ്പൊ അപ്പൊ ഇങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ 2-3 പടികൾ, 2-3 സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വളഞ്ഞൊരു വഴിയാണെങ്കിൽ ഒരു ചെറിയൊരു മതില് ചാടി കിടന്നാൽ പെട്ടെന്ന് എത്തുമെങ്കിൽ നിങ്ങൾ മതില് ചാടുവോ അപ്പുറത്തോടെ വരുവോ? അർജുന്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഇച്ചിരി വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ്. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ ഇതൊരു ജംഗ്ഷൻ, ഇത് നമ്മുടെ വീടാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴാണ് ഇവിടെ എത്തുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വയലുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ പെട്ടെന്ന് ഇങ്ങെത്താം. നിങ്ങൾ ഈ എ എന്ന വഴി എടുക്കുവോ ബി എന്ന വഴി എടുക്കുവോ? ബി എന്ന വഴിയല്ലേ എടുക്കുള്ളൂ. പക്ഷെ അത് ഇച്ചിരി റിസ്കാ. പക്ഷെ ഈ പോകുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ ഈ വഴി എളുപ്പമാ. മനസ്സിലായോ? ബി എന്ന വഴി പെട്ടെന്ന് എത്തണമെങ്കിൽ നമുക്ക് ഈ എ എന്ന പറഞ്ഞ എയിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അവിടെ പറ്റത്തുള്ളൂ. അതായത് ചില സ്റ്റെപ്പുകൾ ഒഴിവാക്കുമ്പോഴാണ് അവിടെ ഷോർട്ട് കട്ട് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ചില സ്റ്റെപ്പുകൾ ഒഴിവാക്കുമ്പോൾ ഇപ്പം കുറച്ച് പടികളുണ്ട്, നമ്മൾ ചിലപ്പോൾ കൈവരിയെ പിടിച്ചോണ്ട് ചാടി അങ്ങോട്ടങ്ങ് പോകും. കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തില്ലെങ്കിൽ വീണ് പോക്കാം, അല്ലേ? താഴെ വീണ പ്രശ്നമില്ലയോ, അല്ലേ? ആണോ? അപ്പൊ വീഴാതെ ലാൻഡ് ചെയ്യണമെങ്കിൽ പിടുത്തം കറക്റ്റ് ആവണം. പിടുത്തം കറക്റ്റ് ആവണമെങ്കിൽ ബേസിക് മനസ്സിലാക്കണം, ഇത് ഇങ്ങനെയൊക്കെ പോകാമെന്ന് മനസ്സിലുണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ചാടി കയറി പോകുന്നവനാണെങ്കിൽ കൈവരിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വീഴുമെന്നുള്ളതാണ്. അപ്പോ നമ്മൾ ബേസ് ലെവൽ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് ബേസ് ലെവലിലുള്ള കാര്യങ്ങൾ എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരാൻ. അതാണ് നമ്മുടെ ബേസ് ലെവലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരിയും കൂടെ കടുപ്പമുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ബേസിക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇച്ചിരിയും കൂടെ ടഫ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ എന്താവും, ക്ലിയർ ആവും. ഇത് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ട് പഠിക്കണം. ആദ്യം അടിസ്ഥാനം മനസ്സിലാക്കി ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യണം.
പിന്നെ അതിന്റെ കുറച്ചുകൂടെ കടുപ്പമേറിയ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, എക്സ്ട്രീം ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ഇതിനെല്ലാത്തിനും അടിസ്ഥാനം ബേസ് ലെവൽ തന്നെയാണ്. അവിടെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമുക്കറിയാം ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അതിന്റെ മേലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡിങ്ങുകൾ പണിത് വെക്കാം, എത്ര ഉയരങ്ങൾ കീഴടക്കാം, അല്ലേ? ആണോ? Yes, sir. അങ്ങനെയാണോ? ആ, അതാണ് നമുക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ എന്താ ഓരോ ലെവൽസിലെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. ദെൻ അതേപോലെ തന്നെ അടുത്തൊരു കേസിലേക്ക് വരുമ്പോ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ പലരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, കണക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കണം? യെസ്, അർജുൻ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കണക്കിനെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ 5 കാര്യങ്ങൾ തറവായിട്ട് പഠിക്കാം. 5 കാര്യങ്ങള് തറവായിട്ട് മനസ്സിലാക്കി വെക്കുക. 1, നമ്പേഴ്സ്. എന്തുകൊണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യം എന്താണ്, അവിടുത്തെ അക്ഷരങ്ങളെ കുറിച്ചല്ലേ പഠിക്കേണ്ടത്? അതെ അതെ ആണല്ലോ. അതേപോലെ തന്നെ കണക്ക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിൽ തന്നെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, പല തരത്തിലുള്ള നമ്പറുകളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എത്ര നമ്പേഴ്സ് ഉണ്ടേ? എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പറുകൾ, സംഖ്യകൾ എത്ര ഉണ്ട്? ഏതാ? 3 സംഖ്യകളല്ലോ. ഇയാളുടെ കയ്യില് കുറച്ച് പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എടാ ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണി വെക്കാൻ പറഞ്ഞാ നിങ്ങൾ 1, 2, 3 എന്ന് മാത്രം എണ്ണി നിർത്തുവോ അതോ എണ്ണിക്കൊണ്ടേ ഇരിക്കുവോ? ഒന്നിൽ കൂടുതലുണ്ട്. എത്ര? അർജുൻ പറഞ്ഞോളൂ. ഒന്നിൽ കൂടുതൽ. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ നമ്പേഴ്സ്? എത്ര എണ്ണം അറിയാം? 9 ആണോ? 9 അല്ല, സംഖ്യകൾ. ഒരിക്കലും സംഖ്യകൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അതിനൊരു ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഞാൻ പറയാ 9,000, 8,000, 8,900 അത്രയും കോടി എന്ന് പറഞ്ഞ അർജുൻ പറയും അങ്ങനല്ല സാറേ, അത് കഴിഞ്ഞിട്ട് ഇന്ന ഒരു നമ്പർ കൂടെ ഉണ്ടെന്ന് പറയും, അല്ലേ? അവിടെ ഒരു ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് 100 വരെ അറിയത്തുള്ളൂ എങ്കിൽ പറയാ, അർജുൻ പറയാ സാറേ 100 അല്ല 101 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. അപ്പൊ അടുത്ത ആള് പറയുന്നു അല്ല 102 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ പോകും. അപ്പോ നിങ്ങൾക്ക് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാവോ? അക്കങ്ങൾ, ഡിജിറ്റ്സ്, അക്കങ്ങൾ. എത്ര അക്കങ്ങൾ ഉണ്ടേ? അപ്പം എത്ര അക്കങ്ങളുണ്ട്? നമ്പേഴ്സ് എത്ര വേണമെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അക്കങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും? അക്കങ്ങൾ എത്ര എണ്ണം ഉണ്ട്? അറിയാമോ അക്കങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന്? ഇൻഫിനിറ്റ് അല്ല, അക്കങ്ങൾ 10 എണ്ണമേ ഉള്ളൂ. 0 മുതൽ 9 വരെയുള്ളതാണ് അക്കങ്ങൾ. ഈ അക്കങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം പഠിച്ച കണക്കിന്റെ നമ്പേഴ്സും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇരുന്നോളും. മനസ്സിലായല്ലോ? ഈ നിങ്ങൾ ഏതൊരു നമ്പർ എടുത്താലും 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ അല്ലാതെ വേറെ ഒരു അക്കം അതിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയേ, കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഈ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളല്ലേ ഉള്ളു. നമ്പർ എത്ര ആയിക്കോട്ടെ, എത്ര നമ്പർ എടുത്താലും അതിനകത്ത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആണോ? അപ്പം അന്നേരം മനസ്സിലാക്കിയടേ, ഇത് നമ്മൾ ഇതിന്റെ ഓരോ ഓപ്പറേഷൻസും ഇതിന്റെ ഓരോ രീതികളും നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നമ്പേഴ്സിനെയോ കണക്കിന്റെ ബേസിക് ആയിട്ടുള്ള കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഉള്ള കാര്യം നമുക്ക് പേടിക്കണ്ട. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ ആവറേജ്, പേഴ്സൻറ്റേജ്, റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ, അത്യാവശ്യം കാര്യങ്ങൾ ഇത്രയും ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? എന്തുകൊണ്ടെന്നാൽ
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തോട്ടെ, ഏജസ് എടുത്തോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏത് ചോദ്യം എടുത്തോട്ടെ, അതിനകത്ത് നമ്പറുകൾ മാത്രമല്ലേ ഉള്ളൂ കൂട്ടാനും ഗുണിക്കാനും ഉള്ളത്, അല്ലേ അല്ലേ? ആ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ഇവിടെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് മറ്റേ പ്രോഫിറ്റ് എന്താണ് റേഷ്യോയും പേഴ്സൻറ്റേജും ആവറേജും കൂടാതെ നമുക്ക് പഠിക്കാനുള്ള ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും നമുക്ക് ചോദിക്കുന്ന കണക്കിന്റെ ടോപ്പിക്സ്. ഈ കണ്ടന്റുകളെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ബേസ് ലെവലെല്ലാം ഒന്നാമത്തെ ലെവലില് ഞാൻ ഡയറക്റ്റ് നിങ്ങളിലേക്ക് പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ? എല്ലാം ഡയറക്റ്റ് നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കും. ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് എന്നെ കുറച്ചെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് ഇന്നത് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്നത്? ഓക്കെ, അത് നമ്മൾക്ക് അപ്പൊ ഞാൻ പറയുന്നത് അതേപോലെ ചെയ്താലേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ പറയും ഇന്നത് ഇന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ആ രീതിയിൽ തന്നെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ പറയാം 10ാം ക്ലാസ് വരെ ഞാൻ കണക്ക് പഠിച്ചിട്ടുള്ളൂ, +2 വരെ കണക്ക് പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി വരെയാ പഠിച്ചിട്ടുള്ളൂ എന്നൊന്നും ചിന്ത വേണ്ട. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കണക്ക് മാത്രമേ നമുക്ക് എവിടെ വരത്തുള്ളൂ? നമ്മുടെ സാധാരണ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോയാൽ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് കണക്കിന് 10 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിൽ നമുക്ക് ആകെ കിട്ടേണ്ട മാർക്ക് എത്രയാണെന്നറിയാവൂടെ? കണക്കേ, ഞാൻ ചോദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പൊ കണക്കിന് 10 ചോദ്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് എത്രണ്ണം നമുക്ക് ശരിയാക്കണം? എത്രണ്ണം ശരിയാക്കണം അർജുൻ? എത്രണ്ണം ശരിയാക്കണം ഇവിടെ? 10 ശരിയാക്കിയാൽ മതി. അതിൽ കുറവൊന്നും വേണ്ട. 10 ചോദ്യം ഉണ്ട്, 10 ശരിയാക്കണം. അത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ഓക്കെ, 5 ശരിയാക്കിയാൽ മതി, 4 ശരിയാക്കിയാൽ മതി, അല്ല 9 ശരിയാക്കിയാൽ മതി എന്നൊന്നുമില്ല. 10 ചോദ്യം ഉണ്ടോ, 10 മാത്രമേ നമുക്ക് ശരിയാക്കേണ്ടുള്ളൂ. അത് ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഈ 10 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബാസിദേ പോയോ മോനെ? ബാസിദ് പോയോ? ഇല്ല സാർ. മോനെ, അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു രീതി മനസ്സിലായല്ലോ. നമ്മൾ അത് അടിസ്ഥാനം ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തന്നെ പറയാം ഇത് ഇന്നതാ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ നിങ്ങളുടെ ഇപ്പൊ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വല്ല ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? ഇല്ല, വേറെ ഡൗട്ട് ക്ലിയർ ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എടുത്താലും ഇത്രയുമാണ് കേട്ടോ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത്. ഇനി നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. 20 ലൈവ് ക്ലാസ് ആണ് ലെവൽ 1 L1 എന്ന് പറഞ്ഞ ലെവൽ 1. അത് ക്ലാസ് മാത്രമാണ്. ചോദ്യവും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അവിടെ ക്ലാസ് ആണ്. അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോന്നും എങ്ങനെ ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള 20 ലൈവ് ക്ലാസ്സുകളും പിന്നെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തികൾക്കും നമ്മൾ ഈ ട്യൂഷന് പഠിക്കുമ്പോൾ സാറന്മാര് വന്നിട്ട് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കത്തില്ലേ? അല്ലെങ്കിൽ ഒരാൾ മെയിൻ കാര്യങ്ങൾ ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് അവരുടെ അടുത്ത ആളുകൾ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരികയും നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ? അല്ലെ, നമ്മൾ ഈ വലിയ വലിയ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ആദ്യം കുറച്ച് ഡോക്ടർമാർ വന്ന് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ചെന്നിട്ട് മേളിൽ പറയും. അവർ ചെന്നിട്ട് മേളിൽ പറഞ്ഞിട്ട് ഏറ്റവും മേളിലുള്ള മെയിൻ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് പോലെ ഇവിടെ ആദ്യമേ നമുക്ക് കണ്ടന്റ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിച്ചു തരും എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചെയ്യാനും
ആ ഒരു ലെവലിലേക്ക് എത്തിക്കും. പിന്നെ അത് കൂടാതെ തന്നെ മെന്റേഴ്സ് നിങ്ങൾക്ക് ബാക്കി ഇത് വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ ലെവൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ ആണോ? ആദ്യം നമ്മൾ ബേസ് ക്ലിയർ ആക്കി കാര്യങ്ങളും ചോദ്യങ്ങളും ചെയ്യും. അതിനുശേഷം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിക്കും. ഇതാണ് നമ്മളുടെ ലെവൽ 1 കൊണ്ട് നമ്മൾ ഈ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നമ്മളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാലേ നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളത് പാസ്സാവണ്ടേ? ആ സർ. ആ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ലെവൽ 1, അതായത് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ചെയ്യാൻ പ്രാപ്തരായാൽ മാത്രമേ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായോ? ഓക്കെ. ഏ യെസ് സർ. അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാ നല്ല സർ. നല്ലതാ നല്ലതായിരിക്കും. സാർ. ആ അപ്പോ പോണേക്കാളും നല്ലത് പഠിച്ചിട്ട് പോയാൽ. പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ ലെവൽ 1 കഴിയുമ്പോൾ പിന്നെ ആരും ഇവിടെ ഇതിനകത്ത് ലെവൽ 1 കാണല്ലേ പരീക്ഷ കഴിയുമ്പോൾ. ഓക്കെ ആണോ? യെസ് സർ. യെസ് ഏ സർ. പിന്നെ നമ്മൾ എവിടെ കാണണം? ലെവൽ 2 ടൂല് ലെവൽ 2 കാണണം. അപ്പോൾ ഞാൻ ഈ വെറും വാക്ക് പറയല്ല. ഞാനെന്നല്ല, ഏതൊരു അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചാലും അത് അന്നന്ന് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ? അതിന്റെ ചോദ്യങ്ങൾ ചെയ്യണം. അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു സെപ്പറേറ്റ് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടെസ്റ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഒരു മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും എക്സ്ട്രീം ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാനുമായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതിപ്പം ബാങ്ക് എക്സാം എഴുതുവാണെങ്കിലും SSCയുടെയോ റെയിൽവേയുടെയോ നെറ്റോ സെറ്റോ എന്തോ എടുത്താലും ബേസിക് നമ്മൾ എത്രത്തോളം ലെവൽ എത്രത്തോളം മനസ്സിലാക്കി വെക്കുന്നോ അതിനെ കേന്ദ്രീകരിച്ചിട്ട് അതിന്റെ മേലിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ ഓക്കെ. കോഴ്സിന്റെ രീതികളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ് സർ. ഓക്കെ അല്ലേ? മനസ്സിലായി. അപ്പോൾ ഇനി അതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ലെവൽ 1 സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇവിടെ 200 ലൈവ് ക്ലാസ്സുകൾ, നല്ല 200 പ്ലസ് ക്ലാസ്സുകളാണ്. സോറി, 200 അല്ല, 20 ലൈവ് ക്ലാസ്സസ് എന്നല്ല, 20 പ്ലസ് ലൈവ് ക്ലാസ്സസ് വരും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അതായത് ഓരോന്നും നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലായിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കോഴ്സ് ഫീ ഉണ്ട്. കോഴ്സ് ഫീ 1100 രൂപയാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിന് ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. ഒരുപാട് പേരെ ഒന്നും ഇരുത്തി പഠിപ്പിക്കുക എന്നല്ല, വളരെ കുറച്ച് പേരെ കൊണ്ട് തന്നെ നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചൊവ്വാഴ്ച. ഓക്കെ ആണല്ലോ? അതായത് മറ്റന്നാൾ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇതിലേക്ക് ഞാൻ പ്രാപ്തരാക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളുക. ബാക്കിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ സെറ്റ് ആക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ് സർ. ഓക്കെ ആണല്ലോ? അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? മെന്റർ ഉണ്ടാവോ നമ്മളെ വെച്ച്? നിങ്ങൾക്ക് ഒപ്പം മെന്റർഷിപ്പ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, മിക്കവാറും ഞാനൊരു കാര്യം പറയട്ടെ, മിക്കവാറും അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലടേ. ആ നമ്മൾ ബേസിക്കിൽ തന്നെ പിടിക്കും. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് മെന്റർ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻറ് ഉണ്ടാക്കും. അപ്പൊ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് തന്നെ 1 മുതൽ 25 വരെയുള്ള ടേബിൾ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. 1 മുതൽ 25 വരെ ഉള്ളത്. ഓക്കെ ആണല്ലോ? 1 മുതൽ 25 വരെ, അതായത് 1 × 1 = 25 എന്ന് വരെയല്ല, 1 × 1 = 1, അങ്ങനെ 1 × 25 വരെ എഴുതണം. അല്ലാതെ 1 മുതൽ 10 വരെ എഴുതി നിർത്തരുത്. ഓക്കെ, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരിക. ഇത് എന്തിനു തന്നു എന്ന് നമുക്ക് 1ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ കാണാതെ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നോ? യെസ് സർ. അതായത് അപ്പൊ ഞാൻ പറയാം ഏതൊക്കെ നമ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതലും കണ്ടുവരുന്നത്. പരീക്ഷയ്ക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് നമ്പേഴ്സാ വരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട.
ഇത് കാണാതെ പഠിക്കുകയും വേണ്ട, ഒരു ജോലി. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സാറ് പറഞ്ഞു 1 മുതൽ 25 വരെയുള്ള ടേബിൾ ഒന്ന് എഴുതി നോക്കണം. പഠിക്കണം, കാണാതെ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഒന്ന് എഴുതി നോക്കണം. സാധാരണ നമ്മൾ 1 മുതൽ 10 വരെ ഉള്ളൂ, ഇത് അങ്ങനെയല്ല, 1 മുതൽ 25 വരെ എഴുതണം. അങ്ങനെ 25x25 വരെ എഴുതി നോക്കണം. അതെന്തിനാണെന്നുള്ള കാര്യം നമുക്ക് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഈ ഒരു ഇന്നത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ്. Yes, sir. ഓക്കെ ആണല്ലോ. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് അപ്പോൾ ഇതിലല്ലേ, സൂമിലല്ലേ, ഇതിലുണ്ടോ? സോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഒഫീഷ്യലായിട്ട് നിങ്ങളെ അറിയിക്കും. ഓക്കെ, ഏതായാലും ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഷോർട്ട് കട്ടുകൾ നമുക്ക് ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എൻ്റെ ക്ലാസ്സിലൂടെ, കേട്ടോ. എല്ലായിടത്തും ഒന്നും ഷോർട്ട് കട്ട് നമുക്ക് എടുക്കത്തില്ല. ഞാൻ ഷോർട്ട് കട്ടിനെതിരാ. അല്ലേ? എന്തായിരുന്നു പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന് സന്ദേശത്തിൽ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഞാൻ ഷോർട്ട് കട്ടിനെതിരാ. ഞാൻ ഷോർട്ട് കട്ടിനെതിരെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ചില സന്ദർഭങ്ങളിൽ ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. ചില ചോദ്യങ്ങൾക്ക് ഷോർട്ട് കട്ട് പഠിച്ചാൽ നമുക്ക് അല്ലാതെ വേറെ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. അല്ലാതെ ആണെങ്കിൽ നമുക്ക് എന്താണ് ബേസിക് മാത്രം മതി. ഏത് ഷോർട്ട് കട്ടിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണ്. Okay, sir. എന്നും പറഞ്ഞ് ഷോർട്ട് കട്ട് പറഞ്ഞു തരത്തില്ല എന്നൊരു അർത്ഥമില്ല അതിനകത്ത്, കേട്ടോ. ഓക്കെ, അപ്പം ഓക്കെ സാർ. എല്ലാവർക്കും സന്തോഷം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ദിവസം കഴിഞ്ഞെങ്കിലും നല്ലൊരു നൈറ്റ് ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. ക്ലാസ്സിലൂടെ കാണാം, കാണത്തില്ലേ? ഓക്കെ സാർ. ഓക്കെ, Thank you. ഓൾ ദി ബെസ്റ്റ്, ബൈ, ടേക്ക് കെയർ, ഓക്കെ സാർ. സി യു. Okay. ഓക്കെ.